പശ്ചിമേഷ്യയിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരായി നടത്തുന്ന സൈനിക നടപടികളും അതിനെ തുടർന്നുണ്ടായ കടുത്ത വ്യോമാക്രമണങ്ങളും പശ്ചിമേഷ്യയെ വൻ യുദ്ധഭീതിയിൽ നിർത്തുമ്പോഴാണ് ലോക ശ്രദ്ധ തിരിക്കുന്ന പുതിയൊരു ഭൗമ രാഷ്ട്രീയ വിപ്ലവത്തിന് സൗദി അറേബ്യ വേദിയാകുന്നത്. അമേരിക്ക എന്ന ഒറ്റ സുരക്ഷാ കവചത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് അപകടമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് പുതിയൊരു സഖ്യം രൂപപ്പെടുന്നത്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്നതായി ജിദ്ദയിൽ നിന്നും വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു താൽക്കാലിക സൈനിക നീക്കം മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെയും തെക്കേ ഏഷ്യയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ പാടെ തിരുത്തിയെഴുതുന്ന തന്ത്രപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദോഗൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫ് എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘം ജിദ്ദയിൽ വെച്ച് നടക്കുന്ന ചരിത്രപരമായ ചടങ്ങിലാണ് ഈ സംയുക്ത കരാറിലേക്ക് കടക്കുന്നത്. ഈ നീക്കം പെട്ടെന്നൊരു ദിവസമെടുത്ത തീരുമാനമല്ലെന്ന് സൗദി സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി അണിയറയിൽ നടന്നു വന്നിരുന്ന ചർച്ചകൾക്കാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ വേഗത കൂട്ടിയിരിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും ആണവ ശക്തിയായ പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനമായ പരസ്പര പ്രതിരോധ കരാറിന്റെ തുടർച്ചയും വിപുലീകരണവുമാണ് നിലവിലെ ത്രിരാഷ്ട്ര കരാർ. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറും പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷരീഫും മുൻകൂട്ടി തന്നെ ജിദ്ദയിൽ എത്തിയതും തുർക്കി പ്രസിഡന്റ് ഉർദോഗൻ ചർച്ചകൾക്കായി സൗദിയിൽ നേരിട്ടെത്തിയതും ഈ കരാറിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. മേഖലയിലെ പ്രധാനപ്പെട്ട 3 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരൊറ്റ പ്രതിരോധ കുടക്കീഴിൽ അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സുരക്ഷയിൽ പാശ്ചാത്യ ശക്തികൾക്കുണ്ടായിരുന്ന ഏകപക്ഷീയമായ ആധിപത്യമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ത്രിരാഷ്ട്ര സഖ്യത്തിന്റെ ഘടന പരിശോധിക്കുമ്പോൾ ഓരോ രാജ്യവും പരസ്പരം പൂരിപ്പിക്കുന്ന വലിയ സൈനിക സാമ്പത്തിക കരുത്തുകളാണ് പങ്കുവെക്കുന്നതെന്ന് നമുക്ക് കാണാം. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിരോധ ശേഷിയും ഊർജ്ജ സമ്പത്തുമുള്ള സൗദി അറേബ്യയ്ക്ക് ആവശ്യമായത് സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള ഉറപ്പുള്ള സൈനിക പിന്തുണയാണ്. അതേസമയം ദശാബ്ദങ്ങളായി യുദ്ധപരിചയവും വൻ വ്യോമ കരസേനാ ബലവും അതിനൊക്കെ അപ്പുറം ആണവായുധ ശേഖരവുമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. നേരത്തെ തന്നെ സൗദിയുമായി ഒപ്പുവെച്ച കരാറുകൾ പ്രകാരം തങ്ങളുടെ സൈനികരെ സൗദി അതിർത്തികളുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ച പാരമ്പര്യം പാകിസ്ഥാനുണ്ട്. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ തന്ത്രപ്രധാന സ്ഥാനവും സൈനിക ശേഷിയും ഉപയോഗിച്ച് വിദേശ സാമ്പത്തിക നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ പാകിസ്ഥാന് ഈ സഖ്യം വഴിയൊരുക്കുന്നുണ്ട്. മറുവശത്ത് നാറ്റോ അംഗമായ തുർക്കിയുടെ കടന്നുവരവാണ് ഈ കരാറിനെ അത്യാധുനിക സാങ്കേതിക തികവുള്ള ഒന്നാക്കി മാറ്റുന്നത്. അത്യാധുനിക ഡ്രോണുകൾ, നാവിക കപ്പലുകൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സ്വന്തമായി നിർമ്മിക്കുന്ന വൻ പ്രതിരോധ വ്യവസായ ശൃംഖല തുർക്കിക്കുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ രാഷ്ട്രീയ നിബന്ധനകൾക്ക് വഴങ്ങാതെ തന്നെ സൗദിക്ക് ആവശ്യമായ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറാൻ തുർക്കിക്ക് സാധിക്കും. ആധുനിക യുദ്ധങ്ങളിൽ നിർണായകമാകുന്ന തുർക്കിയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ വൻ സൈനിക ബലവും ആണവ തടസ്സ ശേഷിയും സൗദിയുടെ അളവറ്റ സാമ്പത്തിക സ്രോതസ്സും ഒന്നിക്കുമ്പോൾ രൂപപ്പെടുന്നത് ഒരു പ്രാദേശിക മഹാശക്തി സഖ്യമാണ്. പശ്ചിമേഷ്യയിലെയും തെക്കേ ഏഷ്യയിലെയും സുരക്ഷ സ്വയം നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ള ഒരു സഖ്യമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി സുരക്ഷയ്ക്ക് പകരം എണ്ണ എന്ന അമേരിക്കൻ സങ്കല്പത്തിലായിരുന്നു സൗദി അറേബ്യയുടെ വിദേശ നയം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി അമേരിക്കൻ വിദേശ നയത്തിലുണ്ടായ അസ്ഥിരതയും ഗൾഫ് മേഖലയിലെ നിർണായക കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ US കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്ന പരാതിയും റിയാദിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സുരക്ഷ അപകടത്തിലാകരുതെന്ന് റിയാദ് ആഗ്രഹിക്കുന്നു. വാഷിംഗ്ടണുമായുള്ള ദീർഘകാല പങ്കാളിത്തം പൂർണ്ണമായും ഉപേക്ഷിക്കാതെ തന്നെ മറ്റന്താരാഷ്ട്ര പ്രാദേശിക ശക്തികളെ കൂട്ടുപിടിച്ച് സുരക്ഷാ കവചം ശക്തമാക്കുന്ന മൾട്ടി വെക്ടർ അഥവാ ബഹുമുഖ വിദേശ നയമാണ് സൗദി ഇപ്പോൾ സ്വീകരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ഇരയാകാതിരിക്കാൻ തുർക്കിയെയും പാകിസ്ഥാനെയും പോലെയുള്ള പ്രാദേശിക പങ്കാളികളെ ഒപ്പം നിർത്തുന്നത് സൗദിക്ക് സുരക്ഷിതത്വം നൽകുന്നു. വൈറ്റ് ഹൌസിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും തങ്ങളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ഒരു സ്വതന്ത്ര പ്രാദേശിക കൂട്ടായ്മ വികസിപ്പിക്കുക എന്ന തന്ത്രപ്രധാനമായ നീക്കമാണിത്. വൻകിട ശക്തികളുടെ ആഗോള പോരാട്ടങ്ങളിൽ കേവലം ഒരു കരുവാകാതെ സ്വന്തം ഉപാധികളിൽ സുരക്ഷ നിശ്ചയിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രാപ്തമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. അടുത്ത കാലം വരെ പ്രാദേശിക സ്വാധീനത്തിനായി മത്സരിച്ചിരുന്ന സൗദിയും തുർക്കിയും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിച്ച് ഒരുമിച്ച് അണിനിരക്കുന്നു എന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ തന്ത്രത്തിലെ വലിയൊരു മാറ്റമാണ്. സുന്നി മേഖലയിലെ ഈ 2 മുൻനിര ശക്തികൾ പാകിസ്ഥാനൊപ്പം ഒന്നിക്കുമ്പോൾ അത് ഇറാനെ പ്രതിരോധിക്കാൻ മാത്രമല്ല, മേഖലയിൽ ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ അധിനിവേശ നീക്കങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും അനുമതിയില്ലാതെ തന്നെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക ശക്തികൾക്ക് സാധിക്കുമെന്ന സന്ദേശമാണ് ജിദ്ദയിലെ കരാറിലൂടെ നൽകുന്നത്.
ഈ കരാർ നിലവിൽ വരുന്നതോടെ പശ്ചിമേഷ്യയിലെ പരമ്പരാഗത ചേരിചേരലുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഇറാന്റെയും അമേരിക്കയുടെയും ആക്രമണ വ്യാപ്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്കിന്റെയും ചെങ്കടലിന്റെയും വാണിജ്യ പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സഖ്യത്തിന് സാധിക്കും. അമേരിക്കയെയും പാശ്ചാത്യ സഖ്യത്തെയും മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന പഴയ യുഗം അവസാനിച്ചുവെന്ന് ജിദ്ദയിലെ ഈ കരാർ അടിവരയിടുന്നു. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ സ്വന്തം വൻകരയിലെ ശക്തികളെ തന്നെ ഒപ്പം നിർത്തുന്ന സൗദിയുടെ പുതിയ നയം വരും വർഷങ്ങളിൽ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെയും സമാധാന അന്തരീക്ഷത്തെയും നിർണായകമായി സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.